വിജ്ഞാനോത്സവത്തിന്റെ രണ്ടാം റൗണ്ട് മത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇറ്റ്സ് എ ക്ലൂ റൗണ്ട്, സൂചന റൗണ്ടാണ് ഇത്. ഈ റൗണ്ടിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് കരുതുന്നു. സൂചനയിൽ നിന്ന് ഉത്തരം കണ്ടെത്തുകയാണ്. തികച്ചും വ്യത്യസ്തമായ 3 സ്വഭാവത്തിലുള്ള 3 ചോദ്യങ്ങൾ ആണ് ഈ റൗണ്ടിൽ നിങ്ങൾ നേരിടേണ്ടി വരിക. ക്വിസ് മാസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും എങ്കിൽ നിങ്ങൾക്ക് 20 പോയിന്റ്സ് കിട്ടും. യു ഗോട്ട് 20 പോയിന്റ്സ്. ഓക്കെ, യു വിൽ ഗെറ്റ് 20 പോയിന്റ്സ്. ദെൻ ബസർ അമർത്തുമ്പോഴാണ് കിട്ടുക. രണ്ടാമത്തെ ക്ലൂ തരുന്നു. സെക്കൻഡ് ക്ലൂവിൽ നിന്ന്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾ ഉത്തരം എഴുതുകയാണെങ്കിൽ 15 പോയിന്റ്സ് കിട്ടും. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്ലൂവിൽ മാത്രമാണ് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നതെങ്കിൽ 10 പോയിന്റ്സ് കിട്ടും. ലാസ്റ്റ് ക്ലൂ, നാലാമത്തെ സൂചനയിൽ നിന്ന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് 5 പോയിന്റ് ലഭിക്കും. വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ആദ്യ സൂചനയിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 പോയിന്റാണ് ലഭിക്കുക. പക്ഷെ മറ്റൊരു നിർഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആദ്യ സൂചനയിൽ തന്നെ നിങ്ങൾ ബസർ അമർത്തിയാൽ നിങ്ങളുടെ ഉത്തരം റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ചോദ്യം തുടരാൻ അവസരം ഇല്ല. അപ്പോൾ നമ്മളുടെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഒരു ഗ്രന്ഥത്തെ പറ്റിയാണ്. ആദ്യ സൂചന ഇതാണ്: കിതാബുൽ ഇബർ എന്ന ചരിത്ര ഗ്രന്ഥത്തിന് വേണ്ടി രചിക്കപ്പെട്ടത്. കിതാബുൽ ഇബർ എന്ന ചരിത്ര ഗ്രന്ഥത്തിന് വേണ്ടി രചിക്കപ്പെട്ടത്. ആരും തന്നെ ബസർ അമർത്തിയിട്ടില്ല. ആദ്യ സൂചനയിൽ ആർക്കും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ സൂചനയിലേക്ക് പോകുന്നു. ടുണീഷ്യൻ ചരിത്രകാരനും തത്വചിന്തകനും ആണ് ഗ്രന്ഥകർത്താവ്. ആർക്കും ഉത്തരം കണ്ടെത്താൻ രണ്ടാമത്തെ സൂചനയിലും കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ സൂചനയിലേക്ക് പോവുകയാണ്. 1377 അറബി ഭാഷയിൽ ആണ് ഇത് രചിക്കപ്പെട്ടത്. സോറി, മൂന്നാമത്തെ സൂചനയിലും ആരും ബസർ അമർത്തിയിട്ടില്ല. നാലാമത്തെ സൂചനയിലേക്ക് നമ്മൾ പോവുകയാണ്. ദ ഫോർത്ത് ക്ലൂ ആൻഡ് ലാസ്റ്റ് ക്ലൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചരിത്രകാരൻ്റെ പേര് ഇബ്നു ഖൽദൂം എന്നാണ്. ഓക്കെ, നിർഭാഗ്യവശാൽ ആർക്കും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ സെമി ഫൈനൽ റൗണ്ടിൽ ആദ്യത്തെ പോയിന്റ് ക്വിസ് മാസ്റ്റർ കരസ്ഥമാക്കുകയാണ്. 20 പോയിന്റ് ആയിരുന്നു നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നത്. ശരിയായ ഉത്തരം മുഖദ്ദിമ. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഇതിനു മുമ്പ്? മുഖദ്ദിമ എന്ന് മലയാളത്തിൽ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. ലോക ചരിത്രത്തിന് ഒരാമുഖം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ടാഗ് ലൈനായി വൈക്കം മുഹമ്മദ് ബഷീർ പ്രിഫൈസ് എഴുതിയപ്പോൾ. മലയാളത്തിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് മുട്ടാണിശ്ശേരിൽ കോയാക്കുട്ടി എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. മാതൃഭൂമി ബുക്സാണ് ഇത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. പല എഡിഷനുകൾ ഇറക്കിയിട്ടുള്ള ചരിത്ര ഗ്രന്ഥം ആണ്. ലോക ചരിത്രത്തിന് ഒരു ആമുഖം എന്നാണ് ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. 3 ചോദ്യങ്ങളിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി പോകുന്നത്. സ്ക്രീനിൽ 3 ചിത്രങ്ങൾ വരും. ആ 3 ചിത്രങ്ങൾ 3 സൂചനകളാണ്. ആ സൂചനയിൽ നിന്ന് ഈ സ്ഥലം ഏതാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യലാണ് നിങ്ങളുടെ ഈ ക്ലൂ റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ചിത്രത്തിലേക്ക് നോക്കാം. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. വളരെ പ്രശസ്തമായ ചിത്രങ്ങൾ ആണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ശരി ഉത്തരം കണ്ടെത്തിയാൽ 10 പോയിന്റ് ലഭിക്കുന്ന സൂചന റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ആണിത്. സമയം അവസാനിച്ചിരിക്കുന്നു. പെൻ ഡൗൺ. ടീം ഒമാൻ ആ ചിത്രങ്ങളിൽ എന്തൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ഐഡിയ. ഫസ്റ്റ് ഇമേജ് ഹൂഗ്ലി റിവറും പാലമാണെന്ന് തോന്നുന്നു. ആ, പാലത്തിൻ്റെ പേരെന്താണ്? അതിന് ഐഡിയ ഇല്ല, അറിയില്ല. ആർക്ക് പറയാം? പാലം, ഹൗറ ബ്രിഡ്ജ്. ഓക്കെ, യു ടീം തൃശ്ശൂർ. മുംബൈ എഴുതിയിരിക്കുന്നത് അറിയില്ല. കറക്റ്റ് മുംബൈ എന്നാണ് ഉത്തരം എഴുതിയത്. ഓക്കെ, ടീം തൃശ്ശൂർ ഉത്തരം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. മുംബൈ എന്നാണ് പറഞ്ഞത്. ടീം UAE എന്താണ് പറഞ്ഞത്? യോജിക്കുന്നോ? കൊൽക്കത്ത എന്നാണ് പറഞ്ഞത്. ടീം ഒമാൻ കൊൽക്കത്ത. ടീം കോഴിക്കോട് കൊൽക്കത്ത. വൈ? ഹൗറ ബ്രിഡ്ജ്. രണ്ടാമത്തത് വിക്ടോറിയ ആ. മെമ്മോറിയൽ. മൂന്നാമത്തെ കൊൽക്കത്ത ഹൈക്കോടതി ആണോ?
3 ഗസ്സിങ്സ് ആണ് അവർ നടത്തിയത്. മൂന്നാമത്തേത് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞു. അവിടെ തന്നെ കൽക്കത്തയിൽ തന്നെയുള്ള ഒന്നാണ്. റൈറ്റ് ആൻസർ ഈസ് കൊൽക്കത്ത. ഓക്കെ, 3 ടീമുകൾ ശരി ഉത്തരം നേടിയിരിക്കുന്നു. 10 പോയിന്റ് നേടിയിരിക്കുന്നു. അഗൈൻ തൃശ്ശൂരിനാണ് നഷ്ടപ്പെട്ടത്. കുഴപ്പമില്ല, ഡോണ്ട് വറി, ഡോണ്ട് ലോസ് യുവർ ഹാർട്ട്. ഓക്കെ, അഗൈൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ആണ് ഇനി. 3 വാക്കുകൾ, ഞാൻ 3 സൂചകങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയും. നിങ്ങൾ ഏത് സ്ഥാപനമാണ് അത് എന്ന് കണ്ടെത്തുക എന്നതാണ് കേട്ടോ. ഓപ്ഷൻ 1 നെയ്മ ഖാത്തൂൻ. രണ്ടാമത്തെ ഓപ്ഷൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഓപ്ഷൻ സി സർ സയ്യിദ് അഹമ്മദ് ഖാൻ. വിച്ച് ഇസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ? സ്ഥാപനം ഏത് എന്ന് കണ്ടെത്തുക എന്നതാണ് ഈ സൂചനകളിൽ നിന്ന്. ഓക്കെ, പെൻഡാം. നമ്മൾ ഉത്തരത്തിലേക്ക് പോവുകയാണ്. ടീം കോഴിക്കോട് നമ്മളോട് ഉത്തരം പറയുന്നു. അലിഗഡ് യൂണിവേഴ്സിറ്റി. ഏതായിരിക്കും ശരി എന്ന് നമുക്ക് നോക്കാം. ടീം UAE അലിഗഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ടീം ഒമാൻ അലിഗഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ടീം തൃശ്ശൂർ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ഓക്കെ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നാണ് തൃശ്ശൂരും ഉത്തരം എഴുതിയിട്ടുള്ളത്. എല്ലാ ടീമുകളും ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നതാണ് 3 സൂചനകളിൽ നിന്ന് ഉത്തരം അവർ കണ്ടെത്തിയിരിക്കുന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച സർവകലാശാലയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. സൂചനാ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 2 റൗണ്ടുകളാണ് സെമി ഫൈനലിൽ ഈ മത്സരത്തിൽ പിന്നിട്ടിരിക്കുന്നത്. വളരെ ശക്തമായ, അതിശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം ആണ്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കൂട്ടുകാർ കരസ്ഥമാക്കിയ പോയിന്റ് നില പരിശോധിക്കാം. മൂന്നാം റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നെല്ലും പതിരും. ഈ റൗണ്ടിൽ നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾ ആണ് നേരിടേണ്ടി വരിക. വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ട്രൂ ഓർ ഫാൾസ് അത്രമാത്രമേ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ചോദ്യങ്ങൾ ആണ് ഈ റൗണ്ടിൽ നിങ്ങൾ നേരിടുന്നത്. 10 മാർക്കാണ് നിങ്ങൾക്കൊരു ചോദ്യത്തിന് ലഭിക്കുക. നിങ്ങൾക്ക് ഉത്തരം റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, നമ്മൾ ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ വർഷവും മെയ് 8-നാണ് ലോക റെഡ് ക്രോസ് ദിനവും റെഡ് ക്രസന്റ് ദിനവും ആചരിക്കുന്നത്. ഈസ് ഇറ്റ് ട്രൂ ഓർ ഫാൾസ്? സമയം അവസാനിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഉത്തരം എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ബസർ നെക്കാം. ഈസ് ഇറ്റ് റൈറ്റ്? ശരി ഉത്തരം ആണെങ്കിൽ നിങ്ങൾക്ക് പച്ച തെളിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ശരിയാണോ? അപ്പോൾ ഉത്തരം ട്രൂ ആണ് എന്നാണ് പറയുന്നത്. എന്താണ് റെഡ് ക്രസന്റ് ദിനം, റെഡ് ക്രോസ് ദിനം എന്നാണ്? മെയ് 8 ആണ്. ഉറപ്പാണ്? ഓക്കെ, വെൽ ഡൺ, വണ്ടർഫുൾ. 4 ടീമുകളും ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ശരിയാണ് പ്രസ്താവന. രണ്ടാമത്തെ ചോദ്യം പറയാമല്ലോ. ലിസൺ. സ്പെയിനിനും ഫ്രാൻസിനും ഇടയിൽ പ്രകൃതിപരമായ അതിർത്തി രൂപപ്പെട്ടതിനെ തുടർന്ന് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന മലനിരകളാണ് പിറനീസ്. ഈസ് ഇറ്റ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ റോങ്? ടൈം ഓവർ. ടീം ഒമാൻ എന്താണ് ഉത്തരം? ഫാൾസ്. ഓക്കെ, ടീം കോഴിക്കോട് റൈറ്റ് ആൻസർ എന്നാണ് പറയുന്നത്. ടീം UAE റൈറ്റ് ആൻസർ എന്നാണ് പറയുന്നത്. ടീം തൃശ്ശൂർ ഫാൾസ്. ഏതായിരിക്കും ശരി ഉത്തരം? ടീം കോഴിക്കോട് ആൻഡ് UAE ഗോട്ട് 10 പോയിന്റ്. 10 പോയിന്റ് ഇരു ടീമുകളും കരസ്ഥമാക്കുന്നു. റൈറ്റ് ആൻസർ ഈസ് ഇറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പിറനീസ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 1 ആണ്. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 1 ഈസ് ഇറ്റ് ട്രൂ ഓർ ഫാൾസ്? Pen down. Time is over. Team UAE. False. Okay. Team Kozhikode. False statement. Team Thrissur. False. Team Oman. False. Okay. പിന്നെ എന്നാണ് മനുഷ്യാവകാശ ദിനം? ഡിസംബർ 10th. ഡിസംബർ 10 ആണ് മനുഷ്യാവകാശ ദിനം. ഡിസംബർ 1 മനുഷ്യാവകാശ ദിനം എന്നത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും 10 പോയിന്റ് നേടുന്നു. വെരി ഗുഡ്, വണ്ടർഫുൾ.
ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോകുന്നു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗം ആയ ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഈസ് ഇറ്റ് റൈറ്റ്? ഓക്കെ ടീം, പെൻ ഡൗൺ. റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി? മലയാളിയാണ്. ആണോ? ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഓക്കെ, ക്യാപ്റ്റൻ ലക്ഷ്മി അറിയാമോ? അറിയാം. ഝാൻസി റാണി റെജിമെന്റിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അതെ. അപ്പൊ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വണ്ടർഫുൾ. 4 ടീമുകളും എഗൈൻ മുഴുവൻ പോയിന്റും കരസ്ഥമാക്കുന്നു. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. അടുത്തിടെ 14 പതഞ്ജലി ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുള്ള ലൈസൻസ് ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. ഓക്കെ, സമയം അവസാനിക്കുന്നു. ഓക്കെ, ഈസ് ഇറ്റ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്? ടീം തൃശൂർ? റോങ് സ്റ്റേറ്റ്മെന്റ്. വൈ? ശരിയാണ്. ഗസ് ആണ്. ഓക്കെ. ഫാൾസ്. എന്താണ് ഫാൾസ്? വൈ? ഉത്തർപ്രദേശ് സർക്കാർ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാറില്ലെന്ന് തോന്നുന്നു. ടീം കോഴിക്കോട്? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. യുഎക്ക് എന്താ പറയാനുള്ളത്? ഉത്തർപ്രദേശ് എല്ലാം. ഓക്കെ, എല്ലാവരും വളരെ അഡമന്റ് സ്റ്റാൻഡിൽ തന്നെയാണ്. ഉത്തർപ്രദേശ് ആവാൻ ഒരു വഴിയും ഇല്ല എന്നാണ്. 4 ടീമുകളും ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. റൈറ്റ് ആൻസർ. നെല്ലും പതിരും എന്ന റൗണ്ട് കൂടി പൂർത്തിയാവുമ്പോൾ കൂട്ടുകാർ കരസ്ഥമാക്കിയ പോയിന്റ് നില നമുക്ക് പരിശോധിക്കാം. ഒമാനിൽ നിന്നെത്തിയ ടീം എത്ര പോയിന്റ് കരസ്ഥമാക്കി? 105 പോയിന്റുകൾ ആണ് ടീം ഒമാൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. വെൽഡൺ പെർഫോമൻസ്. ടീം തൃശൂർ 80 പോയിന്റ് ആണ് ഇതുവരെ കരസ്ഥമാക്കിയിട്ടുള്ളത് 3 റൗണ്ട് പിന്നിട്ടപ്പോൾ. ടീം UAE 110 പോയിന്റ് ആണ് അവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. ടീം കാലിക്കറ്റ് കോഴിക്കോട് 115 പോയിന്റുമായി 1ാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത്. വെൽഡൺ. അറിവിൻ്റെ വലിയ ആകാശമാണ് നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. മലയാളി വിദ്യാർത്ഥികളുടെ അന്താരാഷ്ട്ര വിജ്ഞാനോത്സവം അടുത്ത റൗണ്ടിൽ നമുക്ക് കണ്ടുപിടിക്കാം.